ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് വെക്ടർ ഓൾജിബ്രയിൽ നിന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, വെക്ടർ സി ലാംഡ ഐ പ്ലസ് ജെ പ്ലസ് കെ തന്നിട്ടുണ്ട്, വെക്ടർ വി ഈക്വൽ ടു എ ക്രോസ് ബി തന്നിട്ടുണ്ട്, ദെൻ ബി ഡോട്ട് സി 11 തന്നിട്ടുണ്ട്, ദെൻ ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ സി ഇസ് പി ആണെങ്കിൽ 9p² കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. റെഡി? സോ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എ ക്രോസ് ബി വെക്ടർ വി ഈക്വൽ ടു എ ക്രോസ് ബി തന്നിട്ടുണ്ട്. നമുക്ക് എ ക്രോസ് ബി ആദ്യം കണ്ടുപിടിക്കാം. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഐ ജെ കെ 1 -2 3 2 1 -1. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ചെയ്താലും 2 - 3 വരും, ദെൻ മൈനസ് ജെ -1 -6, ദെൻ കെ 1 +4 വരും. ഓക്കെ, റെഡി ഗൈസ്? സോ നമുക്ക് ഇവിടെ നിന്ന് മൈനസ് ഐ ദെൻ പ്ലസ് 7j ദെൻ 5k എന്ന് കിട്ടും. ഇതാണ് എ ക്രോസ് ബി കിട്ടുന്നത്. ഇനി നമുക്കറിയാം എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വി ഡോട്ട് സി ഈക്വൽ ടു നമുക്ക് എന്താണ് 11. വി ഡോട്ട് സി, വി ഇതാണ്, സി ഇതാണ്. ഓക്കെ, അപ്പോൾ വി ഡോട്ട് സി ഈക്വൽ ടു 11 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ഡോട്ട് സി എടുക്കാമല്ലോ. സോ -1 മൈനസ് ലാംഡ വരും, പിന്നെ 7 വരും, ദെൻ 5 വരും. ദിസ് ഇസ് ഈക്വൽ ടു 11 കിട്ടും. ഓക്കെ, റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ നമുക്ക് 12, ദെൻ ലാംഡ ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ ലാംഡ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി എന്ന് പറഞ്ഞത് ഐ എ പ്ലസ് ജെ എ പ്ലസ് കെ കിട്ടി. ഇനി പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ സി, ബി ഡോട്ട് സി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ സി ആണ് നമുക്ക് വേണ്ടത്. സോ ബി ഡോട്ട് സി എന്ന് പറയുമ്പോൾ ബി എന്തുവായിരുന്നു? ബി ഡോട്ട് സി 2 × 1, അപ്പോൾ 2 1 -1. ഓക്കെ, 2 1 -1, 2 1 -1 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്തുവാ? √3 വരും നമുക്ക്. ഓക്കെ, സോ 2/√3 കിട്ടും. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് പി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് 9p² ആണ്. സോ 9 × p² നമ്മൾ 2² 4 ആണ്, √3 3 ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ?